ശബരിമല തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങി. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകരാണ് വനത്തിൽ കുടുങ്ങിയത്. ബംഗളൂരുവിൽ നിന്നെത്തിയ 14-അംഗ സംഘത്തെ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും നേതൃത്വത്തിൽ പുറത്തെത്തിച്ചു. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സത്രം പുല്ലുമേട് കാനനപാത വഴി സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകരാണ് വനത്തിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരെ സന്നിധാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്ട്രക്ചറിലാണ് ഈ തീർത്ഥാടകരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. എന്താ സംഭവിച്ചത്? ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ഒരു സംഘമാണ്. അവർ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവർ അവിടെ കയറി തുടങ്ങുന്നത്. അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് പേർക്ക്, ഒരു 4-5 പേർക്ക് അവർക്ക് ടയർഡായി ബോഡിയായി തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എൻട്രി ടൈമും കഴിഞ്ഞിട്ട് എത്താതായപ്പോഴാണ് നമ്മളിവിടെ കൗണ്ട് വെക്കുന്നുണ്ടല്ലോ, ഫോറസ്റ്റിന്റെ ഭാഗത്ത് കൗണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എത്താണ്ടായപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ വിളിക്കുകയും നമ്മൾ അവിടെ പോയി അവരെ റെസ്ക്യൂ ചെയ്തെടുക്കും. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ ടയർഡ്, അവർക്ക് തീരെ നടക്കാൻ പറ്റാത്ത, ഒരാളുടെ കാലിന് സർജറി കഴിഞ്ഞാണ്. അപ്പോൾ അയാൾക്ക് തീരെ നടക്കാൻ പറ്റാത്തത്. പിന്നെ ഒരു അമ്മയുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പോൾ പഞ്ചാര കൊടുത്തു അവർ നടന്നു വന്നു. പക്ഷേ പിന്നെ ബോഡി വളരെ വെയിറ്റ് കൂടിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പകുതിയെത്തുമ്പോൾ അവർ പൂർണ്ണമായും ടയർഡായി, എക്സോസ്റ്റഡ് ആയതായിരിക്കും. കാരണം വെള്ളം ഒന്നും അവരുടെ കയ്യിൽ ഇല്ല. അപ്പോൾ എക്സോസ്റ്റഡ് ആയി വരുന്ന വയ്ക്കോ കുടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എക്സോസ്റ്റഡ് ആയി അവർ തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് ഷോൾഡറിൽ ആക്കി കൊണ്ടുവരികയും അതിനുശേഷം നമ്മൾ സ്ട്രക്ചറിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കൂടെ സഹായത്തിന് NDRF സംഘവും ഉണ്ടായിരുന്നു. സത്രം പുല്ലുമേട് കാനനപാത വഴി പ്രതിദിനം നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. രാവിലെ 7 മണി മുതൽ സത്രത്തിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിടാം. ഈ വൈകുന്നേരം 6 മണിക്ക് മുന്നേ സന്നിധാനത്ത് എത്തണം എന്നതാണ് നിർദ്ദേശം. പക്ഷേ ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് കുറച്ചധികം തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കാട്ടിൽ കുടുങ്ങിയ തീർത്ഥാടകർ ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും നേതൃത്വത്തിൽ തിരിച്ച് സന്നിധാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വലിയ ബുദ്ധിമുട്ടുള്ള, ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെ സന്നിധാനം ആശുപത്രിയിലേക്ക് മാറ്റും. അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. 14 തീർത്ഥാടകർ, ബംഗളൂരുവിൽ നിന്നുള്ള 14 തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. മറ്റ് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്തായാലും ഇവർക്ക് ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ സന്നിധാനം ആശുപത്രിയിലേക്ക് മാറ്റും എന്നതാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. MG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.